ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്ന് ഞങ്ങളെ സൺഡേ ആയിട്ട് കുർബാനയ്ക്ക് വന്നതാണ്. എല്ലാ സൺഡേസിലും അങ്ങനെ പള്ളിക്ക് പോകാൻ പറ്റാറില്ല. കാരണം നമ്മൾ സ്റ്റേ ചെയ്യണോടത്തുനിന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ട്രാവൽ ഉണ്ട് പ്രാഗിലെ ഈ ഇൻഫൻറ്റ് ജീസസ് ചർച്ചിലേക്ക്. അപ്പോൾ മിക്കവാറും നമ്മൾ സൺഡേസിലൊക്കെ വരൽ കുറവാണ്. പിന്നെ വിൻ്ററൊക്കെ ആകുമ്പോൾ ക്ലൈമറ്റ് മാറും, അങ്ങനത്തെ ഇതുകൊണ്ട് വരാൻ പറ്റാറില്ല. ഇന്ന് ഞങ്ങൾ നേരത്തെ വരണമെന്ന് വിചാരിച്ചതാണ്, പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വൈകി. പക്ഷെ ചെന്ന സമയത്ത് പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് കുർബാനയാണ്. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് കുർബാനയും ചെക്ക് കുർബാനയാണ് ഉണ്ടാവാറ്. അങ്ങനെ പിന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി കുർബാനയൊക്കെ കണ്ടു. ഒത്തിരി അത്ഭുതങ്ങളും വിശ്വാസങ്ങളും ഉള്ള ഒരു പള്ളിയാണ് കേട്ടോ ഈ പ്രാഗിലെ ഇൻഫൻറ്റ് ജീസസ് ചർച്ച്. ഇൻഫൻറ്റ് ജീസസ് ചർച്ച് ഈ ഇൻഫൻറ്റ് ജീസസ് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ചെറിയ ചരിത്രമൊക്കെ ഉണ്ട്. ഒരു സ്പാനിഷ് രാജകുമാരി അവളുടെ ഓസ്ട്രിയൻ കസിൻ്റെ വിവാഹത്തിന് സമ്മാനമായാണ് പ്രാഗിലെ ശിശു യേശുവിൻ്റെ പ്രതിമ സൃഷ്ടിച്ചത്. മെലിഞ്ഞതും മനോഹരമായി രൂപകൽപ്പന ചെയ്തതുമായ രൂപമാണ് ശിശുവിൻ്റെ. മെഴുകുപൂശിയ മരത്തിൽ ചെയ്തെടുത്തതാണ് ഈ ശിശുപ്രതിമ. 19 ഇഞ്ച് ഉയരമാണുള്ളത്. ഉണ്ണിയേശുവിൻ്റെ ഇടതു കൈയിൽ കുരിശിനാൽ ചുറ്റപ്പെട്ട ഒരു ഗ്ലോബാണ് ഉള്ളത്. പിന്നീട് ശിശുപ്രതിമയെ യുദ്ധത്തിൽ ഉപേക്ഷിക്കപ്പെടുകയും കൈകൾ നശിക്കപ്പെടുകയും ഉണ്ടായി. ഒരു കർമ്മലീത്തൻ പ്രതിമ കണ്ടെത്തുകയും കൈകൾ ഉറപ്പിക്കുകയും പിന്നീടത് പ്രാഗിലെ കർമ്മലീത്ത് പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. 1637 ഫാദർ സിറിൽ ശിശുവിൻ്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും അപ്പോൾ അവിടെ ഒരു അത്ഭുതം ഉണ്ടാവുകയും ശിശുപ്രതിമ കർമ്മലീത്തയോട് ഇങ്ങനെ പറയുകയും ചെയ്തു: എന്നോട് കരുണ കാണിക്കൂ, ഞാൻ നിന്നോട് കരുണ കാണിക്കും. എനിക്ക് കൈ തരൂ, ഞാൻ നിനക്ക് സമാധാനം തരാം. നിങ്ങൾ എന്നെ എത്രയധികം ബഹുമാനിക്കുന്നുവോ അത്രയധികം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എന്നിങ്ങനെയാണ് ആ വാചകങ്ങൾ. തൊട്ടു മുന്നൊരു ഫോട്ടോ കണ്ടില്ലേ? എൻ്റെ ഹസ്ബൻഡും ഫാദർ ജിജോ പിടിയത്തുമാണ് ഉണ്ണീശോയെ കയ്യിലെടുത്തിരിക്കുന്നത്. 3.5 വർഷം മുന്നുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു ചെറിയ മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലേക്ക് പോയി. കുറച്ചും കൂടി ഉണ്ട്, പക്ഷെ ഞങ്ങൾ കുറച്ചേ പോയുള്ളൂ.
പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അവിടെ പള്ളിയിൽ അന്ന് കുർബാന ചൊല്ലിയ അച്ഛൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് പിന്നെ ഞങ്ങൾ ഒരു മാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രാമിൽ കയറിയപ്പോൾ 1-2 പട്ടിക്കുട്ടികളൊക്കെ കണ്ടു കേട്ടോ. പക്ഷേ ഈ പട്ടിക്കുട്ടി നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. കുഞ്ഞിതാണ്, വളരെ ചെറുതാണ്. പക്ഷേ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ചിലപ്പോൾ വലിപ്പം തോന്നുന്നുണ്ട്. ഇവിടെ പക്ഷേ മിക്ക ആൾക്കാരുടെ കൂടെ ഉണ്ടാവും പട്ടികൾ. ഇവിടുത്തെ ഗവൺമെൻറ് പറയണതും നമ്മുടെ ഫാമിലി മെമ്പറിനെ പോലെ തന്നെ ഇവരെ ട്രീറ്റ് ചെയ്യണമെന്നാണ്. നമ്മൾ ഡോഗ്സിനെ തല്ലാനോ ഉപദ്രവിക്കാനോ കല്ലെടുത്തെറിയാനോ ഒന്നും പാടില്ല. അതൊക്കെ വലിയ പ്രോബ്ലമാണ്. പിന്നെ എന്ന് വെച്ചാൽ പട്ടിക്കുട്ടികൾ നമ്മുടെ അടുത്തിരിക്കുകയെന്ന് വെച്ചാലും നമ്മളെ അവരൊന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ KFC ഒക്കെ ഓർഡർ ചെയ്ത് KFC ഒക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ KFC. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലത്തെ KFC ആണ്. അതിലും വിട്ട് എന്തോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ KFC. പിന്നെ ഇങ്ങനെ കുറച്ച് മാളിൽ പിന്നെ കുറച്ചൊക്കെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഈ ഫുഡിൻ്റെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാതും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു മിൽക്ക് ബബിൾ ടീ കഴിച്ചു. ടാക്കോ മിൽക്ക് ബബിൾ ടീ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഒരു നമ്മുടെ നാട്ടിലത്തെ ഒരു സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും അത് കൊള്ളായിരുന്നു. പിന്നെ ഞങ്ങളുടെ സൺഡേയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ പോവാണ്. ടാറ്റ ബൈ ബൈ.